ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പ് ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഷോളിന് 2.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഷാൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് ആ മെറ്റീരിയലിൻ്റെ സെറ്റായി വരുന്നൊരു ഷോളാണ്. അപ്പോൾ ഞാൻ ഈ ഷോളിന് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും കൂടെ കര മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. പിന്നെ ടോപ്പിന് ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 4 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ നമ്മൾ ടോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് 4 മീറ്ററാണ് എടുത്തിട്ടുള്ളത് വർക്ക് മെറ്റീരിയൽ. നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലെയർ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഡബിൾ ഫ്ലെയറിലുള്ള അംബർല കട്ട് സ്കേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഫ്ലെയർ ആയി എടുക്കുന്ന ഒരു ടൈപ്പ് സ്കേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിവിടെ 5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇത് 4 മീറ്റർ, 4.5 മീറ്റർ, 5 മീറ്ററൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് തുടങ്ങാം. ഇത് ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അവർ അയച്ചു തന്നിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ ഇതാണ്. ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. ആം ഹോൾ 7 ഇഞ്ച്. അതായത് ഇവർ ഫുള്ളായി അയച്ചു തന്നിട്ടുള്ളത് വൺ സൈഡ് ആയിട്ടാണ്, ഫുൾ റൗണ്ട് ആയിട്ടല്ല അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 18 കൊടുത്തിട്ടുള്ളത്, അതായത് 36. പിന്നെ വേസ്റ്റ് റൗണ്ട് തന്നിട്ടുള്ളത് 17 ഇഞ്ചാണ്. പിന്നെ വേസ്റ്റ് ലെങ്ത് വരുന്നത് 14. ഇങ്ങനെയൊക്കെയാണ് ഒരു മെഷർമെൻറ്റ് തന്നിട്ടുള്ളത്. ഒക്കെ വൺ സൈഡായിട്ട് ഞാൻ എന്തായാലും സ്ക്രീനിൽ മൊത്തം അളവുകൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ 4 മടക്കി ഇടണം. നമുക്ക് ആദ്യം തന്നെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ 4 മടക്കി ഇടണം. നല്ല വൃത്തിക്ക് തന്നെ നീറ്റായിട്ട് തന്നെ ഇങ്ങനെ മടക്കി ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെഷർമെൻ്റൊക്കെ അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ അവർ തന്നിട്ടുണ്ടായിരുന്നത് 14 അതിൻ്റെ നേർ പകുതിയായിട്ട് 7 കിട്ടുക. ഒരു 7 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 7 അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ആം ഹോൾ തന്നിട്ടുണ്ടായിരുന്നത് 7 അപ്പോൾ അതും ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ സ്കെയില് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ഓൺലൈനിൽ നിന്നായിട്ട് വാങ്ങിച്ചാട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചെസ്റ്റ് റൗണ്ട് 36 അപ്പോൾ 36 ഹരിക്കണം 4, അപ്പോൾ 9 കിട്ടുക. അവർ തന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ 18 ഇഞ്ചാണ്. അതായത് ഒരു വൺ സൈഡ് ആയിട്ടാണല്ലോ തന്നത്. അപ്പോൾ അത് ഹരിക്കണം 2 എന്ന് കൊടുത്താലും 9 കിട്ടുക. വീഡിയോ കറക്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഞാനിവിടെ പൊതുവെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. എല്ലാത്തിനും ഞാൻ പൊതുവെ 1.5 ഇഞ്ചാണ് കൊടുക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്താണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് അവരിവിടെ തന്നിട്ടുള്ളത് 14 ഇഞ്ചാണല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് തയ്യൽ തുമ്പ് എന്ന് പറയില്ലേ, അത് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് കാണേണ്ടത്. വേസ്റ്റ് റൗണ്ടിന് അവർ തന്നിട്ടുള്ള വേസ്റ്റ് റൗണ്ട് നമുക്ക് ഇവിടെ 17 ഇഞ്ചാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ ആ 17 ഇഞ്ചിനെ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. 17 പ്ലസ് 17 എന്ന് പറയുമ്പോൾ 34 അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, നമുക്കിങ്ങനെ ചെയ്താലും മതി. 17 ഹരിക്കണം 2 അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ 8.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8.5 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ 2 അടയാളപ്പെടുത്തി കൊടുത്തതും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് എന്താ പറയുക, ഈ ആം ഹോൾ ഒന്ന് കറക്റ്റ് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്താ പറയുക, വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, പറഞ്ഞു തരാൻ അറിയില്ല. ആ ഒരു ആം ഹോളിൻ്റെ
ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ പകുതിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കേർവായിട്ട് വരച്ചെടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ആം ഹോള് വരയ്ക്കാറ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടത് ഇതാണ് നെക്ക് വിഡ്ത്ത് അവർ തന്നിട്ടുള്ളത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് അവർ തന്നിട്ടുള്ളത്. നമുക്കത് 7 ഇഞ്ച് ഹരിക്കണം 2 കൊടുത്താൽ മതി. ഒരു 3.5 കിട്ടുന്നത്. നമുക്ക് 3 കൊടുത്താൽ തന്നെ ധാരാളം. പൊതുവെ 3 തന്നെയാണ് എല്ലായിടത്തും എടുക്കുക. 3.5 ആകുമ്പോൾ ഒന്ന് നല്ല നെക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് കാണുക, ഞാൻ വീണ്ടും പറയാൻ. ഓക്കെ, അതേപോലെ തന്നെ താഴെന്നൊരു 1 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാത്തിനും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ സ്പീഡാക്കി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ നല്ല ടൈം എടുത്തിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടൊക്കെ കട്ട് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക. കോയിൻ്റെയും പൂച്ചേൻ്റെയും തിരുമ്പിട സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഇവിടുത്തെ അടയാളപ്പെടുത്തിയല്ലോ അവിടെ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനിവിടെ ഇതേപോലെ തന്നെ 4 ആക്കി മടക്കിയിടുകയാണ് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനുള്ള മടക്കിയിടലൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. എന്നാലും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതേപോലെയാണ് 4 ആക്കി മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 രീതിക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യലുണ്ട്. ആദ്യമൊക്കെ ഇതുപോലെ ഇന്ന് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് കട്ട് ചെയ്യൽ. ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു സെറ്റായി ഞാൻ വാങ്ങിച്ചാണ്. ഇതാകുമ്പോൾ നല്ല സുഖമാണ് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ തന്നെ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലീവിൻ്റെ സംഭവം ഇതേപോലെ സ്ലീവിൻ്റെ സംഭവം എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ആം ഹോള് ഇങ്ങനെ വെച്ച് പിടിച്ച് നോക്കുക. എന്നിട്ട് എവിടം വരെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതോടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് അവർ തന്നിട്ടുള്ളത് 21 ഇഞ്ചാണല്ലോ. ആ 21 ഇഞ്ച് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ഇതുപോലെ ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, 21 ഒരു 22.5 23 എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യും വേണം. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ തയ്യൽ തുമ്പ് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ 2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമ്മൾ കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ തന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ബോട്ടത്തിൻ്റെ റൗണ്ട് തന്നിട്ടുള്ളത് 6. അപ്പോൾ 6 ഇഞ്ച് വെച്ചുമ്പോൾ 3 ഇഞ്ചാണ് ഇവിടെ എടുക്കുക. അപ്പോൾ 3 ഇഞ്ച് കുറച്ച് ഇതായതുകൊണ്ട് ഞാനൊരു 1.5 ഇഞ്ചായി കൂട്ടിയിട്ടൊരു 4.5 ഇഞ്ചായിട്ടാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. വീഡിയോ ബ്ലറായിട്ടാണ് അല്ലേ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. ഓക്കെ, അപ്പോൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനും ഇവിടെ ജസ്റ്റ് ഒരു അടയാളം ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടെ ടോപ്പിൻ്റെ ലൈനിങ് കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അതിലാണ് കട്ട് ചെയ്യാനുള്ളത്. മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റം നോക്കിയിട്ട് ഇതുപോലെ 4 ആക്കി മടക്കിയിടണം. ഓക്കെ, നമ്മൾ സ്ലീവിനും ഈ വർക്ക് വരുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് സ്ലീവിൻ്റെ എൻഡിക്ക് ഈ വർക്ക് വരണം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതുപോലെ 4 ആക്കി മടക്കി ഇടുന്നുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ മടക്കിയിടുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ലൈനിങ്ങിൽ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചല്ലോ അതിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്തൊക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിച്ച് കാണാം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സ്ലീവ് വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഈ സ്ലീവിൻ്റെ കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയും ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇതാ സ്ലീവിൻ്റെ കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. നമ്മളിവിടെ ലൈനിങ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്ത ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, സ്ലീവ് താഴ്ന്നല്ല കട്ട് ചെയ്തത്, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ എന്താ പറയുക ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ബോഡി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക കട്ട് ചെയ്യാൻ അവിടുന്ന് മെറ്റീരിയൽ കിട്ടുമോ എന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയാണ് മാറ്റി വെക്കുക. അത് നമുക്ക് ഫുള്ളായിട്ട് താഴേക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് രണ്ടും ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് മെയിൻ ക്ലോത്തിൽ. അപ്പോൾ രണ്ടും 2 പീസാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. 2 ആക്കി മടക്കി ഇട്ടിട്ട് ഇതിൽ നിന്ന് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചല്ലോ, അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇതേപോലെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് പിൻ ചെയ്തിട്ടൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ടാണ് ചെയ്യുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, അതൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ചിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ അവർ ഫ്രണ്ട് നെക്ക് തന്നിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് തന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ ആ 4.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് അതും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സ്കെയിലില്ലാണ്ടൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് പോകുന്നുണ്ടല്ലേ വീഡിയോൻ്റെ. ഓക്കെ, ഇതുപോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും പിന്നൊക്കെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക, പിന്നൊക്കെ കുത്തി വെച്ചിട്ട്. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്യുന്നത്. മെയിൻ ക്ലോത്തും എന്താ പറയുക ഈ ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ടാണ് ആ ഒരു കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, മൊത്തത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിനേക്കും ഇതേപോലെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് മെയിൻ ക്ലോത്ത് 2 ആക്കി മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അവർ തന്നിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ 2.5 ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ചാണല്ലോ. അപ്പോൾ അത് 2.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് റൗണ്ടാക്കി ഇങ്ങനെ ബോക്സാക്കി വരച്ചിട്ട് റൗണ്ടാക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്, എൻ്റേതായ രീതി. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റേതായ രീതിക്കാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ വേറെ രീതിക്കൊക്കെ അറിയുന്നവരുണ്ടായിരിക്കാം. ഞാൻ എൻ്റേതായ രീതിയാണ് ഫുള്ള് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതിന് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ബാക്ക് പാർട്ടിന് ഫ്രണ്ട് പാർട്ടിന് മാത്രം അങ്ങനെ ചെയ്താൽ മതി. എന്നാലേ നമുക്ക് ആ ജസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിക്ക് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചുളിവുള്ള പോലെ നിൽക്കും. അപ്പോൾ ബാക്കിൽ ആ പ്രശ്നം വരില്ല. ഓക്കെ, അപ്പോൾ ബാക്ക് പാർട്ടും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞ്. ഇനി നമുക്ക് ബാക്കി വന്ന ഈ വർക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് മൊത്തമായിട്ട് നമ്മൾ താഴേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് 4 ആക്കി മടക്കിയിടണം. ഇനി വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളിട്ടെ. ഈ മടക്കി എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്താ പറയുക, ഒരറ്റം മുതൽ മറ്റേ അറ്റമൊക്കെ പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ നമുക്കിത് 4-5 ആക്കി മടക്കിയിടണം. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളിട്ടോ, അതാണ് നല്ലത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് അറിയില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ലാങ് മനസ്സിലാവണില്ല എന്നുള്ളത്, കുറച്ചുകൂടെ വൃത്തിക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ. എനിക്ക് എങ്ങനെ ഞാൻ മോഡലാക്കി പറഞ്ഞു നോക്കിയാലും ലാസ്റ്റ് ഞാൻ എന്തായാലും എൻ്റെ സ്ലാങ്ങൊക്കെ എൻ്റെ തിരിച്ചു വരും. അപ്പോൾ അതാണ്, മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഏത് ഭാഗമാണ് മനസ്സിലാവാത്തതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മടക്കിയിടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് അവർ തന്നിട്ടുള്ളത് 36 ഇഞ്ചാണ്. ഓക്കെ, അതായത് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്താണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സ്കേർട്ടും കൂടെ കൂട്ടിയിട്ടല്ല, ടോപ്പിൻ്റെ മാത്രം ഫുൾ ലെങ്ത്ത് 36 അവർ തന്നിട്ടുള്ളത്. അതിന്ന് 14 ഇഞ്ച് കുറക്കണം. ഈ 14 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് ഉണ്ടല്ലോ,
അതാണ് ഈ വേസ്റ്റ് ലെങ്ത്ത് ആണ് അതിൽ നിന്ന് കുറച്ചെടുത്തത്. അതായത് ഫുൾ ലെങ്ത്തിൽ നിന്ന് 36 നിന്ന് 14 നമ്മൾ കുറച്ചെടുത്തു. അപ്പം നമുക്ക് കിട്ടിയത് 22 ഇഞ്ചാണ്. ഈ 22 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 23 ഇഞ്ചിലാണ് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു അറ്റത്ത് 23 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ അറ്റത്ത് 23 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യാറ്. എന്നിട്ട് 2 അടയാളപ്പെടുത്തിയ ഭാഗം കൂടെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഒരു സ്കെയിലുള്ളത് വലിയ ഉപകാരമാണ് കേട്ടോ. എന്തായാലും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈൻ ചെയ്ത് കൊടുത്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് തന്നെ 2 പീസും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ചിലരിങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റേതായ രീതിയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ബാക്കും ഒന്ന് ഫ്രണ്ടിക്കുമാണ്. അങ്ങനെയാണ് ഞാൻ 2 പീസാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതോടെ ഇതിൻ്റെ കട്ടിങ്ങും ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഷോള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 ഇഞ്ച് മടക്കുന്നു, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് 2 അറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അടിഭാഗം അതായത് ടോപ്പിൻ്റെ താഴെ ഭാഗത്തേക്ക് കട്ട് ചെയ്തല്ലോ, അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഒരു ലോങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതായത് നമ്മളിത് ചുരുക്കിട്ടെടുക്കുന്നത് ഒരു ത്രെഡ് പിടിച്ചിട്ട് ഇങ്ങനെ ചുരുക്കി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ 2നും അതേപോലെ ലോങ് സ്റ്റിച്ച് കൊടുക്കണം. പിന്നീട് ഒരു ബാക്ക് ഭാഗം എടുത്തിട്ട് നല്ല ഭാഗം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം വെക്കുക, അതിൻ്റെ മുകളിൽ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നെക്ക് ഇതേപോലെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവ്, ഇതിൻ്റെ മെയിൻ ക്ലോത്തിലൊന്നും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനില്ല, ലൈനിങ് കട്ട് ചെയ്തല്ലോ, അതിൻ്റെ അവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, കൈയിൻ്റെ ബോട്ടം ഭാഗം, അവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് എന്താ പറയുക ലോങ് സ്റ്റിച്ച് കൊടുക്കാനുള്ളത്. അതായത് ടോപ്പിൻ്റെ താഴെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇതിൽ ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ അത് 4ആക്കി കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ലെങ്ത്ത് കൂട്ടി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നുണ്ട്. വിട്തൊന്നും ചെയ്യാനില്ല കേട്ടോ. വിട്തൊക്കെ 5 തന്നെ ഞാൻ പൊതുവേ എല്ലാത്തിനും 5 തന്നെയാണ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് കുറച്ച് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ആക്കിയിട്ട് ഇതേപോലെ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഫ്രില്ലിട്ട് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കാണോ ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത് അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് ഇതാണ് ഒന്നുകൂടെ വൃത്തിയായി തോന്നാറ്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള അതും അതേപോലെ തന്നെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് രണ്ടും മാത്രമേ നമുക്ക് ലോങ് സ്റ്റിച്ച് കൊടുക്കാനുള്ളൂ. അതൊക്കെ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ, വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ഇവിടെ അങ്ങനെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ബാക്ക് നെക്ക്, ഇത് ബാക്ക് നെക്കാ അല്ല ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ആക്കിയാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മളിവിടെ ലോങ് സ്റ്റിച്ച് അതായത് ലെങ്ത്ത് കൂട്ടിയിട്ടെടുത്തല്ലോ, അപ്പോൾ അത് നമുക്ക് 3ക്ക് തന്നെ ആക്കി കൊടുക്കാം. അത് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ അത് നമുക്ക് 3ക്ക് തന്നെ ആക്കി കൊടുത്തിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നെക്ക് ഇവിടെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നു എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാനിത് അതൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്പീഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിൻ്റെ നെക്ക് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഫ്രണ്ട് നെക്കും അതേപോലെ തന്നെ നല്ല ഭാഗം വെക്കുക, അതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക, എന്നിട്ട് അതേപോലെ തന്നെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ.
ഓക്കെ, അപ്പോൾ അതാ ഇതേപോലെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ പറയുക, സ്ലീവ് ഉണ്ടല്ലോ, ഈ സ്ലീവിൻ്റെ ലൈനിങ്ങിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ഞാൻ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാ 2 സ്ലീവിൻ്റെ ഇതേപോലെ തന്നെ ഞാനിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഈ 2 ബോഡി പാർട്ടുകളുണ്ടല്ലോ അത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഈ എന്താ പറയുക, റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തല്ലോ നെക്ക്, അവിടെ ഇങ്ങനെ ആ സ്റ്റിച്ചുമ്മ തട്ടാണ്ട് ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. രണ്ടിലും 2 നെക്കിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഷോൾഡർ രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്യണമല്ലോ, ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇതുപോലെ ഒരു ഭാഗം ഇങ്ങനെ നീർത്തി വെച്ചിട്ട് അതിൻ്റെ മുകൾക്ക് അതിൻ്റെ നല്ല ഭാഗം നോക്കിയിട്ട് കേട്ടോ, സ്റ്റിച്ച് കാണാത്ത രീതിക്ക് ഇതുപോലെ രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും എന്താ പറയുക, മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും എന്ന രീതിക്ക് വെച്ച് കൊടുക്കണം. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ, ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് കേട്ടോ. ഈ ഭാഗം ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഷോൾഡറും കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിരിഞ്ഞു പോകുമൊന്നും ചെയ്യരുത്. ഇതാ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. വീഡിയോ ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് തന്നെ ചെയ്യണം കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കി. രണ്ടിൻ്റെ അതായത് ലൈനിങ്ങും കൂടെയാണ് വരുന്നത്. മെയിൻ ക്ലോത്തും എന്ന രീതിക്കാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ മറിച്ചിട്ടാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. നമുക്ക് ഉള്ളിലായാലും പുറം ഭാഗത്തായാലും തയ്യൽ തുമ്പും കാര്യങ്ങളും ഒന്നും കാണില്ല. അതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കിയെടുത്തല്ലോ, അതിൻ്റെ ഈ 2 നെക്കും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ റൗണ്ടായിട്ട് ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ സ്പീഡാക്കിയതാട്ടോ, വെറുതെ എന്തിനാണ് ഈ സ്റ്റിച്ചിങ് ഒന്നും ഇപ്പോൾ നോർമലാക്കിയിട്ടൊന്നും കാര്യമില്ല, കുറേ ലോങ് വീഡിയോ പോകും. ഓക്കെ, അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. ആ കട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല വൃത്തിക്ക് കിട്ടുന്നത്. കട്ടിട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫിനിഷിങ്ങിൽ കിട്ടൂല, ചുളിവൊക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. നമ്മളുടെ ആ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭാഗത്തിൻ്റെ അടയാളം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്തപ്പോൾ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമുക്ക് എവിടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കട്ടിങ് അവിടെ വെച്ചെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിലും കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ 2 കട്ടും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം സ്ലീവിൻ്റെ നല്ല ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ആദ്യം വെക്കേണ്ടത് അതായത് സ്ലീവിൻ്റെ മെയിൻ ക്ലോത്താണ്. ലൈനിങ് ആദ്യം വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കൊണ്ടു. ബിഗിനേഴ്സിനൊക്കെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഏകദേശം അടിക്കുന്നവർക്കൊക്കെ ഇത് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ഭാഗം മൊത്തത്തിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇതിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അടിയിൽ വേറെ വേറെ പീസൊന്നും സ്റ്റിച്ച് കുടുങ്ങാണ്ട് നോക്കണേ. എന്തൊക്കെ ഞാൻ പറയണം മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് അതേപോലെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് മറ്റേ ആം ഹോൾ ഉണ്ടല്ലോ, അതായത് മറ്റേ അറ്റം വരെ ഇതേപോലെ ഇങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എത്തിയതിനു ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചതേപോലെ പോവാം. ഇത് പിന്നെ ആ എൻഡ് വരെ പോകണ്ട, നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരെ പോയാൽ മതി. അപ്പോൾ രണ്ട് ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് വരും, അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഭാഗത്തും ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സ്ലീവ് ഞാനിവിടെ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ലോങ് സ്റ്റിച്ചാണല്ലോ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതിൽ ഒരു ത്രെഡ്, രണ്ട് ത്രെഡ് ഉണ്ടാവുമല്ലോ, അതിൽ ഒറ്റ ത്രെഡ് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. നല്ല ശക്തിയിൽ വലിക്കരുത് കേട്ടോ, മെല്ലെ മെല്ലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മെല്ലെ മെല്ലെ ചെയ്താൽ മതി, സാവധാനം. ഓക്കെ, അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചുരുക്കിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ടിനനുസരിച്ച് പാകത്തിന് ചെയ്ത് കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഇതേപോലെ ചുരുക്കിട്ടിട്ട് ഇതാ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ കറക്റ്റ് തന്നെ ചെയ്ത് കൊടുക്കുക, മനസ്സിലായോ? എന്നിട്ട് എന്താണ് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും താഴേക്കുള്ള ഈ ഇതിൻ്റെ നല്ല ഭാഗം കൂടെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്കിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം എല്ലായിടത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാം കേട്ടോ. കറക്റ്റ് എല്ലായിടത്തും ഒരേപോലെ ഫ്രില്ല് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പതുക്കെ ചെയ്താൽ മതി. ഞാൻ വീഡിയോ സ്പീഡാക്കിയോണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തവണയും കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യില്ല, സ്കേർട്ട് ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ലൈനിങ് കൊടുക്കില്ല. അപ്പോൾ അതാണ് ഞാനിത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും, നല്ല നീറ്റായിട്ട് തന്നെ ഫ്രില്ലിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഭാഗം കൂടെ ചെയ്തെടുക്കണം. ഓക്കെ, ഡൗട്ടും കാര്യമൊന്നും ഇല്ലയെന്ന് വിചാരിക്കണേ. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, സെയിം എന്താ പറയുക മെത്തേഡ് തന്നെയാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നായിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലൈനിങ് ഉണ്ടല്ലോ അത് കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും രണ്ട് രീതിക്കാവും സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലോണം ക്ഷമയോടെ ചെയ്താൽ മതി. ഞാൻ വീഡിയോ സ്പീഡാക്കിയോണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായി തോന്നുന്നത്. എഡിറ്റ് ചെയ്യാൻ ഇന്നപ്പോൾ ഭയങ്കര സിമ്പിളായി തോന്നുന്നത്. പക്ഷേ സിമ്പിൾ തന്നെയാണ്, പക്ഷേ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം അതേ സെയിം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്ലീവ് കുറച്ച് എക്സ്ട്രാ ആയി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ഓക്കെ, ഇതോടെ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതിന് ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാർട്ടാക്കി ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ഫ്ലെയർ ഇതിൽ കണ്ടില്ലേ, ഇത്രയും ഫ്ലെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നോക്കി സ്റ്റിച്ച് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ പേര് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.